സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ കല്യാണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശിഷ്ട അതിഥിയായി പങ്കെടുത്ത കല്യാണം നമ്മുടെ മാധ്യമങ്ങൾ മെഴുകിയുടുത്തു. ഏറ്റവും നന്നായിട്ട് മെഴുകി ഉടുത്തത് മാതൃഭൂമിയുടെ ചാനലാണ്. ഒരു സാമ്പിൾ. മറ്റാരും പിന്നിലല്ല. മനോരമ ഉൾപ്പെടെ മുഖ്യധാര മാധ്യമങ്ങൾ ആരും പിന്നിലല്ല. നമ്മുടെ മാപ്രകളുടെ നിലവാര തകർച്ച ഏതറ്റം വരെ പോകാൻ സാധിക്കും എന്നതിൻ്റെ പടുകുഴിയാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയുടെ കല്യാണ റിപ്പോർട്ടിംഗ്. ഒരു സാമ്പിളായിട്ട് ഞങ്ങൾ മാതൃഭൂമി ചാനലിനെ കാണിച്ചു എന്ന് മാത്രം. ഞാൻ 10 കൊല്ലം പണിയെടുത്ത സ്ഥാപനമാണ് മാതൃഭൂമി പത്രം. ഞാൻ അവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാണ് മാതൃഭൂമി ചാനൽ തുടങ്ങിയത്. അപ്പം അതിൻ്റെ പിതൃത്വം പേരന്റ് ഓർഗനൈസേഷൻ മാതൃഭൂമി പത്രമാണ്, മാതൃഭൂമി കമ്പനിയാണ്. അന്നത്തെ മാതൃഭൂമി അല്ല ഇപ്പോഴത്തെ മാതൃഭൂമി എന്ന് തിരിച്ചറിയുന്ന ചില നിമിഷങ്ങളാണ് ഇതൊക്കെ, ചില സത്യങ്ങളാണ്. അതുകൊണ്ടാണത് പറയാതിരിക്കാൻ പറ്റാത്തത്. അപ്പോൾ മാതൃഭൂമി മെഴുകി ഉടുത്തു എന്ന് പറയാൻ കാര്യം, മാതൃഭൂമി ചാനലിൽ വന്ന ചില ഹെഡ്ലൈൻസാണ് ഈ കല്യാണവുമായി വിവാഹവുമായി ബന്ധപ്പെട്ട്. അതിലെ ചില സാമ്പിൾ പറയുകയാണ്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളിവിടെ കാണിക്കുന്നുണ്ട്, അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. മണവാട്ടി പെണ്ണൊരുങ്ങി, ഒരു ഹെഡിങ്ങാണ്. മണവാട്ടി പെണ്ണൊരുങ്ങി, ഇന്നല്ലോ നിന്റെ കല്യാണം, ഇന്നല്ലോ നിന്റെ കല്യാണം. രണ്ടാമത്തെ ഹെഡിങ്, കല്യാണം കാണാൻ വരേണം. 3, കല്യാണം കാണാൻ വരേണം. ഇനി പുതിയ പരീക്ഷണങ്ങളാണ്. ഡെസ്കിലെ ഏതോ കോമാളിത്തര സബ് എഡിറ്റർ ചെയ്തോ അതോ ഇനിയും ബ്യൂറോയിൽ നിന്ന് ചീഫ് കണ്ടുപോയതോ എന്നറിയില്ല. ഗുരുവായൂർ നടയിൽ ഭാഗ്യമംഗല്യം. അടിപൊളി പൈങ്കിളി ഹെഡ്ലൈനാണ്. ആരും നോക്കി തരിച്ച് അല്ലെങ്കിൽ കണ്ടു തരിച്ച് നിന്ന് പോകും. ഈ ആദ്യം പറഞ്ഞ 3 സിനിമാ ലൈൻസ് ആണ്, സിനിമ പാട്ടിൻ്റെ വരികളാണ്. അതാണ് എടുത്ത് കാഴ്ചയിരിക്കുന്നത്, മനസ്സിലായല്ലോ. ഇനി ഇത് സ്വന്തം സംഭാവനയായിട്ട് നമുക്ക് വേണ്ടി എടുക്കാം. ഒറിജിനൽ, അതിൻ്റെ നിലവാരം കൂടി നോക്കുക. ഗുരുവായൂർ നടയിൽ ഭാഗ്യമംഗല്യം. കൊള്ളാം അല്ലേ? ഗുരുവായൂരിൽ കല്യാണമേളം. അതിന് മറ്റ് കല്യാണങ്ങളുടെ ഉദ്ദേശമാണോ എന്ന് നമുക്കറിയില്ല. കുഞ്ഞുമണി കൊലുസണിഞ്ഞ്, എന്ത് മനോഹരമായിരിക്കുന്നു. കുഞ്ഞുമണി കൊലുസണിഞ്ഞ്. ആരാ? സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയെ മാതൃഭൂമി ചാനൽ വിശേഷിപ്പിക്കുകയാണ്. അഴകാലില മണിച്ചരടിലെ പൂത്താലി. എന്തോ വല്ല മനസ്സിലായോ? അഴകാലില മഞ്ഞച്ചരടിലെ പൂത്താലി. ഇതേത് സബ് ചെയ്ത ആളിട്ടതാണോ, അതിന് ബ്യൂറോയിൽ നിന്ന് പോയ തലക്കെട്ടാണോ അറിയില്ല. മഴവില്ലിൻ കസമണിയും പുടവ ചുറ്റി. നെക്സ്റ്റ്, അടുത്ത നമ്പറാണ്. മഴവില്ലിൻ കസമണിയും പുടവ ചുറ്റി. ലാസ്റ്റ്, പ്രധാനമന്ത്രി കണ്ണന്റെ മുന്നിൽ. അത് കുഴപ്പമില്ല, ന്യായമായ ഈ അഡ്ജക്റ്റീവ്സും വിശേഷങ്ങളൊന്നും ഇല്ലാത്തൊരു പ്ലെയിൻ ഹെഡിങ് ആണ്. പ്രധാനമന്ത്രി കണ്ണന്റെ മുന്നിൽ. ഇത്രയും വായിച്ചതിൽ നമുക്ക് ദഹിക്കുന്ന ഒരേ ഒരു സാധനം, ഡൈജസ്റ്റ് ചെയ്യാവുന്ന ഒരേ ഒരു സാധനം പ്രധാനമന്ത്രി കണ്ണന്റെ മുന്നിൽ എന്ന് പറയുന്ന ഒരു ഹെഡ്ലൈൻ മാത്രമാണ്. ബാക്കിയെല്ലാം ഭാവുകത്വം, അഡ്ജക്റ്റീവ്സ്, വിശേഷണങ്ങൾ തിരികെ കയറ്റിയ, പിന്നെ തനി പൈങ്കിളി നിലവാരത്തിൽ പോലും താഴേക്ക് പോകുന്ന ഹെഡ്ലൈൻസുകളല്ലേ ഇതൊക്കെ? ഇതാണോ മാധ്യമ പ്രവർത്തനം? ഇനി ചില കാര്യങ്ങൾ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ ഗുരുവായൂരിലെ കല്യാണ വിശേഷം നമുക്ക് ഇന്നിവിടെ പറഞ്ഞ് നിർത്താം. അതായത്, അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ലാത്ത കേരളത്തിലെ 2 പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഗുരുവായൂർ, അറിയാമല്ലോ. 2 തിരുവനന്തപുരത്ത് പത്മനാഭസ്വാമി ക്ഷേത്രം കൂടിയാണ്. അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ഡ്രസ് കോഡുണ്ട്. ആണുങ്ങൾ, പുരുഷന്മാരും മുണ്ടും വേഷ്ടി ഉടുപ്പിടാൻ പാടില്ല. അരമുണ്ട്, അതായത് വേഷ്ടി തോളത്തിടുന്നത്. അതുപോലെ മുണ്ടുമുടുത്തേ പ്രവേശിക്കാൻ പാടുള്ളൂ. എവിടെ? ഗുരുവായൂരിലും തിരുവനന്തപുരത്തെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലും.
സ്ത്രീകൾക്ക് സാരി ഉപയോഗിക്കണം എന്നായിരുന്നു. ഇപ്പോൾ ഇളവ് വരുത്തിയിട്ട് അത് ഗുരുവായൂരിൽ ചുരിദാർ വരെ അനുവദിച്ചിട്ടുണ്ട്. കുട്ടികൾക്ക് ഷോർട്സ് ഇടാം. ഇപ്പം ഈ ഗുരുവായൂർ ഇത്രയും കല്യാണങ്ങൾ നടന്നു. ഇന്നിപ്പോൾ ഇത്ര കല്യാണങ്ങൾ, ഇത്രയധികം സുരേഷ് ഗോപിയുടെ മകളുടെ ഉൾപ്പെടെ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നത് ഉൾപ്പെടെ അവിടെ എത്രയോ അഹിന്ദുക്കൾ കയറിയിരിക്കുന്നു ഇല്ലേ? ഈ മുണ്ടും വേഷ്ടിയും ഇല്ലാതെ പാൻറ്റും ഷർട്ടും ഒക്കെ ധരിച്ച് സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ കോട്ടും സൂട്ടും ഇട്ട് അമ്പലത്തിൽ, ഗുരുവായൂർ അമ്പലത്തിൽ കയറിയത് ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം. അപ്പം അതിനകത്ത് ആചാര ലംഘനം ഒന്നുമില്ല അല്ലേ? അല്ല, അറിയാൻ വയ്യാത്തതുകൊണ്ട് ഞങ്ങൾ പാവം ഒരു ചാനൽ ചോദിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സംഘികൾ ആഘോഷിക്കുന്ന ഒരു സാധനം വന്നിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. മമ്മൂട്ടിയെ തടഞ്ഞു നിർത്തി സുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധിച്ചു. പക്ഷെ മോഹൻലാലിനെ തൊട്ടതേയില്ല. മോഹൻലാലിന് ഫ്രീ എൻട്രി. അപ്പം മമ്മൂട്ടിക്ക് പണി കിട്ടി. സംഘികൾ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കുകയാണ്. ഏത് നിലവാരത്തിലേക്കാണ് സംഘികൾ പോയിരിക്കുന്നത് നമ്മൾ ആലോചിക്കുക. സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണത്തിന് വന്ന രണ്ട് പ്രധാന അതിഥികൾ, മലയാളത്തിലെ രണ്ട് മെഗാസ്റ്റാറുകൾ, മമ്മൂട്ടിയും മോഹൻലാലും. അതിൽ മമ്മൂട്ടിയെ പരിശോധിച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥരും, മോഹൻലാലിനെ പരിശോധിച്ചില്ല. കാരണം മഹാസംഭവമാണ്. ഈ സംഘികളുടെ ഈ മുസ്ലിം വിരോധമുണ്ടല്ലോ, വിഷം ചീറ്റുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഇതിൻ്റെ അർത്ഥം അതാണ്. മമ്മൂട്ടി എന്ത് പിഴച്ചു? അദ്ദേഹം മുസ്ലിം സമുദായത്തിൽ ജനിച്ചതുകൊണ്ടോ? പേര് മമ്മൂട്ടി, ശരിക്കുള്ള പേര് പി.എ. മുഹമ്മദ് കുട്ടി എന്നാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ നാമം. അത് ചുരുക്കിയാണ് മമ്മൂട്ടി എന്ന നടൻ ആയിട്ട് അദ്ദേഹം വരുന്നത്. സംഘികളോട് ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങളുടെ നിലവാരം എവിടെയാണെന്ന് സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് പിടികിട്ടുന്നില്ല. ഇങ്ങനെയാണോ കാര്യങ്ങളെ നിങ്ങൾ കാണുന്നത്? മമ്മൂട്ടിക്ക് എന്തോ അപമാനം സംഭവിച്ചു പോയി, മോഹൻലാലിന് എന്തോ ഗംഭീര സ്വീകരണം കിട്ടിപ്പോയി. മമ്മൂട്ടിയോ മോഹൻലാലോ പോലും ഒരിക്കലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ സംഘികളെന്ന് പറയുന്ന വിഷകാള കൂടങ്ങളെ ഇങ്ങനെ ചിന്തിക്കുകയുള്ളൂ. കാരണം നിങ്ങൾക്ക് സ്നേഹം എന്താണെന്നറിയില്ല, നിങ്ങൾക്ക് സാഹോദര്യം എന്താണെന്നറിയില്ല, നിങ്ങൾക്ക് സമഭാവന എന്താണെന്നറിയില്ല, നിങ്ങൾക്ക് തുല്യനീതി എന്താണെന്നറിയില്ല. നിങ്ങളുടെ ഉള്ളിൽ പക, വിദ്വേഷം, ദുർബുദ്ധി, ഭിന്നിപ്പിക്കൽ, ഇതൊക്കെയല്ലേ ഉള്ളൂ. നിങ്ങളുടെ നിഘണ്ടുവിലുള്ള വാക്കുകൾ ഇതൊക്കെയല്ലേ ഉള്ളൂ. അല്ലാതെ എന്തുണ്ട്? ഒന്ന് രണ്ട് കാര്യം പറയാം. ഏറ്റവും വിശ്വാസികൾ എണ്ണി എണ്ണി പാടുന്ന, ഏറ്റുപാടുന്ന മലയാളത്തിലെ വിശ്വാസ ഗീതങ്ങൾ, പാട്ടുകൾ എഴുതിയിട്ടുള്ളത് കറതീർന്ന കമ്മ്യൂണിസ്റ്റുകളാണ്. അതിന് സംഗീതം പകർന്നത് കറതീർന്ന കമ്മ്യൂണിസ്റ്റുകളാണ്. അത് പാടിയത് മതേതരത്വത്തിൻ്റെ പ്രവാചകനായ കെ.ജെ. യേശുദാസാണ്. നിങ്ങൾ സംഘികൾക്ക് 4 വരി കവിത മര്യാദയ്ക്ക് എഴുതാൻ കഴിയുന്ന എത്ര സംഘികളുണ്ട്? തുറന്നു ചോദിക്കുകയാണ്. വിദ്വേഷവും വെറുപ്പും പെറ്റിടാനല്ലാതെ, പറയാനല്ലാതെ നിങ്ങളുടെ ജന്മം കൊണ്ട് എന്ത് ഗുണമാണ് ഈ സമൂഹത്തിനുള്ളത്? 2 ഉദാഹരണം പറയാം. ഏറ്റവും വലിയ നിരീശ്വരവാദി, ഏറ്റവും വലിയ കമ്മ്യൂണിസ്റ്റ് വയലാർ രാമവർമ്മ. ഒരിക്കലും അദ്ദേഹം ശബരിമലയിൽ പോയിട്ടില്ല. അദ്ദേഹം എഴുതിയ ഗാനം ഓർമ്മയുണ്ടോ? ശബരിമലയിൽ തങ്ക സൂര്യോദയം. അതിൻ്റെ ഓരോ വരികളും എടുത്തു നോക്കണം. അതിൻ്റെ പൂർണിമ എന്തൊക്കെയാണെന്ന് എടുത്തു നോക്കണം. ശബരിമലയിൽ തങ്ക സൂര്യോദയം. അതിന് സംഗീതം പകർന്നത് ആരാണ്? ജി ദേവരാജ്, മറ്റൊരു കമ്മ്യൂണിസ്റ്റ്, മറ്റൊരു നിരീശ്വരവാദി. ഏത് രാഗത്തിൽ പാടി? മോഹന രാഗത്തിൽ പാടിയ അതിമനോഹര ഗാനം, യേശുദാസിൻ്റെ സ്വരമാധുരി. ഓരോ മലയാളിയുടെയും നാവിൻ തുമ്പിൽ വരുന്ന ഈണമാണത്. ശബരിമലയിൽ തങ്ക സൂര്യോദയം. അപ്പോൾ നിരീശ്വരവാദി, കമ്മ്യൂണിസ്റ്റ്, ശബരിമലയിൽ പോകാത്ത ഒരാൾക്ക് ഇങ്ങനെ ഒരു ഗാനം, ഒരു കവിത, ഒരു പാട്ട് എഴുതാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് സംഘികൾക്ക് പറ്റുമോ ഇങ്ങനെ ഒരു പാട്ട് എഴുതാൻ? പറയും, ഞങ്ങൾ തുറന്നു ചോദിക്കുകയാണ്. ഇനി മറ്റൊന്ന്,
അത് കുറെ കൂടെ വൈകാരികമാണ്. അഹിന്ദുക്കൾക്ക് ഗുരുവായൂരിൽ പ്രവേശനമില്ലാത്തടത്ത് അഹിന്ദുക്കൾ കയറുന്നു വിവാഹത്തിന്, ആർക്കും ഒരു പ്രശ്നമില്ല, വിശ്വാസ ലംഘനമില്ല. അവിടെ കെ ജെ യേശുദാസ് പാടിയൊരു പാട്ടുണ്ട്. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഗോപുരവാതിൽ തുറക്കും ഞാൻ ഗോപകുമാരനെ കാണും. ഇന്ന് വരെ യേശുദാസിന് അതിനുള്ള അനുമതി കിട്ടിയിട്ടില്ല. കാരണം ഗുരുവായൂരിൽ അഹിന്ദുക്കൾക്ക് പ്രവേശനമില്ല. ഇതെഴുതിയത് ആരാണ്? അതേ നിരീശ്വരവാദി, അതേ കമ്മ്യൂണിസ്റ്റ് വയലാർ രാമവർമ്മ. ഇതിന് സംഗീതം പകർന്ന ആരാണ്? അതേ കമ്മ്യൂണിസ്റ്റ്, അതേ നിരീശ്വരവാദി ജി ദേവരാജൻ. ഏതാണ് ചിത്രം? ഒതേനന്റെ മകൻ. മറ്റേ ശബരിമല തങ്കസൂര്യോദയം സാമിയയ്യപ്പൻ എന്ന ചിത്രത്തിലെ പാട്ടാണ് വയലാർ എഴുതിയത്. ഇത് ഒതേനന്റെ മകൻ എന്ന ചിത്രത്തിന് വേണ്ടി വയലാർ എഴുതിയ ഗാനമാണ് ഗുരുവായൂർ അമ്പലനടയിൽ ഞാൻ ഒരു ദിവസം പോകും, ഗോപകുമാരനെ കാണും ഞാൻ എന്നുള്ളത്. ഗോപുരവാതിൽ തുറക്കും. ഇങ്ങനെ ചെയ്യാൻ ഇതിൻ്റെ രാഗം ആനന്ദ ഭൈരവിയാണ്. ആനന്ദ ഭൈരവിയുടെ രാഗത്തിലാണ് ഇത് പാടിയിരിക്കുന്നത്. ഞങ്ങൾ ചോദിക്കട്ടെ, നിങ്ങൾ സംഘികൾക്ക് ഇങ്ങനെ ഒരു പാരമ്പര്യം അവകാശപ്പെടാനുണ്ടോ? കേരളത്തിൻ്റെ തനത് സംസ്കാരം, സംസ്കൃതി, വിശ്വാസം ഇതിനെയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന കമ്മ്യൂണിസ്റ്റുകൾ ഇവിടെയുണ്ട്. സംഘികൾക്ക് ഇക്കാര്യത്തിലൊക്കെ എന്ത് കോൺട്രിബ്യൂഷൻ ഉണ്ട്? ഒരു പേരെടുത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റും? ഒരൊറ്റ പേരെടുത്ത് പറയാൻ പറ്റും? എന്നിട്ട് നിങ്ങളിപ്പം ഭാരത സംസ്കാരത്തിൻ്റെ വിശുദ്ധ സംരക്ഷകരാണ് അല്ലേ? ഗുരുവായൂരിൽ കാണുന്ന കാഴ്ചകൾ സൂചിപ്പിക്കുന്നത് ഇതൊക്കെ തന്നെയാണ്. ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. കാരണം കുത്തിത്തിരിപ്പിന് അന്തമില്ല, കുന്തമില്ല, അന്തവും കുന്തവുമില്ല. പുതിയതൊന്ന് സോഷ്യൽ മീഡിയയിൽ സംഘി പരിവാര വിഷകാളകൂടങ്ങൾ ഇറക്കിയിട്ടുണ്ട്. എന്തൊരു തമാശയാണ്! നിങ്ങൾ ഏത് നിലവാരത്തിലേക്ക് പടുകുഴിയിൽ വീണു എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ മറ്റൊരു ഉദാഹരണമാണ്. അതായത് ലൂർദ് പള്ളിയിലെ മാതാവിൻ്റെ ശിരസിൽ വെച്ച പൊൻകിരീടം താഴെ വീണ് ഉടഞ്ഞു. അത് 2 കഷ്ണമായി. നമ്മൾ വീഡിയോ ദൃശ്യങ്ങളിൽ കണ്ടതാണ് ഇന്നലെ. ഇപ്പം കുത്തിത്തിരിപ്പിറക്കിയിരിക്കുകയാണ്. എന്താണ് അത്? കൈരളി ചാനലിൻ്റെ ക്യാമറമാൻ അത് തട്ടിയിട്ടതാണ് അത്രേ. സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ റോക്കറ്റ് വലിയ സാധനം പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇന്ന്. സുഹൃത്തുക്കളെ, സംഘികളെ, കൈരളി ചാനലിനെ അവിടേക്ക് ആരും വിളിച്ചിട്ടില്ല. സുരേഷ് ഗോപിയോ കുടുംബമോ ക്ഷണിച്ചിട്ടില്ല. അവർ പോയിട്ടുമില്ല. അതൊരു സ്വകാര്യ പരിപാടിയായതുകൊണ്ട് അത് കവർ ചെയ്യാൻ കൈരളി ടീം അങ്ങോട്ട് നേരെ പോവുകയും ചെയ്തിട്ടില്ല. കൈരളിയുടെ ക്യാമറമാൻ ആ സമയത്ത് വേറോ എവിടെയാണ്. എന്നിട്ടാണ് നുണ പടച്ചു വിടുന്നത്. കൈരളി ന്യൂസ് ടീമിൻ്റെ ക്യാമറമാൻ തട്ടിയിട്ടതാണത്തെ പൊൻകിരീടം. ഏത് അവസ്ഥയിലാണ് നിങ്ങളൊക്കെ പോയി? ഏത് ചാണകക്കുഴിയിലാണ് കിടക്കുന്നത്? ചാണകക്കുഴിക്ക് തന്നെ അതിൻ്റെതായ ഒരു നിലവാരം കൊടുക്കാൻ വരിക. അതിനും അങ്ങ് എവിടെയോ അടിത്തട്ടിപ്പോയി കിടക്കുകയാണ്. ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്, ഇന്നലെ നമ്മൾ കണ്ട ദൃശ്യങ്ങളിൽ ലൂർദ് പള്ളിയിലെ മാതാവിൻ്റെ ശിരസിൽ വെച്ച പൊൻകിരീടം ആരും തൊടാതെ അത് പടപടാന്ന് താഴെ വീഴുന്നത് നമ്മളെല്ലാം കണ്ടതാണ്. ഒരു അദൃശ്യ കരങ്ങൾ പോലും അവിടെ വന്നിട്ടില്ല. അവിടെയാണ് കൈരളി ടീമിൻ്റെ ക്യാമറാമാൻ അത് തട്ടിയിട്ടത്രേ. ഇതുകൊണ്ടൊന്നും ഇതിവിടെ തീരത്തില്ല. നുണ പരമ്പരകൾ ഇനിയും വരും. കൂട്ടിന് കുറെ മാപ്രകളെയും കിട്ടും. പിന്നെ കുശാലല്ലേ, വരാം. തൃശ്ശൂർ ലോക്സഭ ഇലക്ഷൻ വരുന്നുണ്ടല്ലോ, വരാം. തൃശ്ശൂരുകാരുടെ മനസ്സിൽ ഒക്കെയുണ്ട്. എണ്ണി അവർ വെച്ചിട്ടുണ്ട് കണക്ക് തീർക്കാൻ. കാത്തിരുന്ന് കാണുക.